പ്രബുദ്ധരായ ജനങ്ങളെ, ടീം ജനത്തിന് വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. സർക്കാരിന്റെ നോട്ടത്തിൽ, അതായത് സർക്കാർ അയ്യപ്പ ഭക്തരെ തലക്കടിക്കുമ്പോ ഞാൻ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ആളിനോടാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമമാണോ ഇത്, അതോ ആഗോള നിക്ഷേപ സമാഹരണ സംഗമമാണോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. കാരണം ഇവിടെ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനും അതിനെ നിലനിർത്താനുമാണ് എങ്കിൽ ശബരിമല അവിടെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായ പന്തളം രാജകുടുംബാംഗങ്ങൾ ഇതിൽ പങ്കാളികളാണോ? അതേപോലെ തന്നെ അവിടെ നിന്ന് തിരുവാഭരണ വാഹകരായ ആൾക്കാർ, ഭക്തജനങ്ങൾ, അവരിതിൽ പങ്കാളികളാണോ? അതേപോലെ തന്നെ അവിടെ ആലങ്ങാട്ടെ അമ്പലപ്പുഴയിലെ 2 സംഘങ്ങൾ, പേട്ടതുള്ളൽ സംഘങ്ങളുണ്ട്, അവരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? തന്ത്രിയില്ല, അതേപോലെ തന്നെ അവിടെ മേൽശാന്തിയില്ല, അതേപോലെ തന്നെ അയ്യപ്പൻ ആയോധന കലകൾ അഭ്യസിച്ച ചീരഞ്ചിറ കളരിയുണ്ട്, അവിടുത്തെ ആൾക്കാർ, അതേപോലെ തന്നെ കൊച്ചുകെടുത്ത സ്വാമിയുടെ കുടുംബം, മല അരയന്മാർ, അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നിരവധി സാംസ്കാരിക പ്രസ്ഥാനങ്ങളുണ്ട്. ഹിന്ദുഐക്യവേദി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ. എന്തുകൊണ്ട് ഇവരെ ആരെയും ഉൾക്കൊള്ളിക്കാതെ ഒരു ഗൂഢമായ ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഇത്തരത്തിൽ സംഗമങ്ങൾ വിളിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇതിനെതിരെ, ഈ അയ്യപ്പ ആഗോള സംഗമത്തിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എങ്കിൽ നിങ്ങളിത് നിയമസഭയിൽ ഇതിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യവും ഇവിടെ നിലനിൽക്കുകയാണ്. ശരണമന്ത്ര ജപത്തെ തെറിജപമെന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചത് എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മന്ത്രം ജപിച്ചവർക്കെതിരെ കേസെടുത്തു. ഞാനടക്കം കേസിലെ പ്രതികളാണ് ഇപ്പോഴും. ഈ കേസ് പിൻവലിച്ചിട്ടില്ല. പക്ഷെങ്കിൽ CIAക്കെതിരെ പ്രതികരിച്ച ആൾക്കാരുടെ കേസുകൾ പിൻവലിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശ്രീ ശശികുമാർ, വളരെ പ്രസക്തമായ 2 ചോദ്യം. ആദ്യമായിട്ട് എൻ്റെ സ്നേഹിതൻ ശ്രീകുമാർ പറഞ്ഞതിൻ്റെ ഒരു പെശക് തിരുത്തണം. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഫൗണ്ടഡ് 950 49 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന് 950 തന്നെയാണ്. തർക്കമൊന്നുമില്ല, സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. രണ്ടാമത്തെ പ്രശ്നം, പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്? ഇന്ന് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. അയ്യപ്പ സംഘത്തിലും പങ്കെടുക്കുന്നില്ല, പന്തളത്ത് നടന്ന സംഘത്തിലും പങ്കെടുക്കുന്നില്ല. കാരണം ആ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം സംഭവിച്ചു. അതിൻ്റെ പെല നിൽക്കുകയാണ്. 27-ാം തീയതി വരെ അവർ പരിപാടി പങ്കെടുക്കത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംഗമത്തോടുള്ള എതിർപ്പല്ല അവർക്ക്. പിന്നത്തെ പ്രശ്നം, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പന്തളം കൊട്ടാരം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അക്കമിട്ട് നിരത്തി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവസാനം പറയുന്നത് ഈ കാര്യത്തിൽ. ഇന്നത്തെ മാതൃഭൂമി പത്രം നോക്കിയാൽ മതി. പത്രമല്ല, അവരുടെ പ്രസ് റിലീസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. പ്രസ് റിലീസ്, മാതൃഭൂമി പത്രമാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം പ്രസ് റിലീസിലുണ്ട്. ഞാൻ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ അടിവരായിട്ട് പറഞ്ഞിട്ട് 27-ാം തീയതി വരെ, അതാ പറഞ്ഞ 27-ാം തീയതി വരെ അവർക്ക് ഈ 2 ചടങ്ങിലും പങ്കെടുക്കാൻ കഴിയത്തില്ല. അതായത് ഇപ്പോൾ നടക്കുന്ന ആഗോള സംഗമത്തിലും പങ്കെടുക്കാൻ കഴിയില്ല, അവിടെ നടക്കുന്ന സംഗമത്തിലും പങ്കെടുക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. അത് പത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്ന ആരാ? ഇപ്പോൾ കോൺഗ്രസും BJPയും സംഘപരിവാറും അല്ലേ. ആഗോള സംഗമത്തിന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തത്, അല്ലെങ്കിൽ ആഗോള സംഗമത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചത് NSSൻ്റെയും SNDPയുടെയും പിന്തുണയല്ലേ. ഇപ്പോൾ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയിലെ 2ാം കക്ഷിയായിട്ട് ലീഗ് എന്താ പറഞ്ഞത്? ആഗോള അയ്യപ്പ സംഘത്തിന് അനുകൂലമായ നിലപാടല്ലേ സ്വീകരിച്ചത്. കോൺഗ്രസിന് എന്താ പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്? വേണ്ടണമെന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തീർച്ചയായും ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഞാൻ ആ പ്രസ് റിലീസ് ഒന്ന് വായിക്കുകയാണ്. കൊട്ടാരം ഉന്നയിച്ച 2018 കേസുകളുടെ കാര്യത്തിൽ അത് പിൻവലിക്കുന്നതിനുള്ള നടപടികൾ വേണ്ടപ്പെട്ട അധികാരികളുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന ബോർഡിന്റെ വാക്ക് വിലക്കെടുത്തുകൊണ്ട് കൊട്ടാരം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്, മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്, യുവതീ പ്രവേശന കേസുകൾ ഉടൻ പിൻവലിക്കില്ലെന്നും സുപ്രീം കോടതിയിലുള്ള കേസുകളിലും മുൻപുണ്ടായിരുന്ന നിലപാട് തന്നെ ആവർത്തിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രതിഷേധാത്മകവും ഭക്തജനങ്ങൾക്ക് വേദനാജനകവുമാണ്. അവരുടെ പ്രസ് റിലീസാണ് ഇത്. തീർച്ചയായും ശരി. സുപ്രീം കോടതി വിധി വരുന്നത് 2018 സെപ്റ്റംബർ മാസം 28-നാണ്. ആദ്യം നാമജപ ഘോഷയാത്ര നടത്തിയ ആരാ?
NSS ആണ്. NSS നടത്തിയ ഒരു ഘോഷയാത്രയ്ക്കെതിരായിട്ടും കേസെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് NSSൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ കൃത്യമായി പറഞ്ഞു, ഇപ്പോൾ അത് വിഷയമല്ല. പിന്നെ ഉത്തരേന്ത്യയെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ കലാപസമാനമായിട്ടുള്ള കേസ്, അക്രമം നടത്തിയ കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന നിലയിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള കലാപമാണ്. അതാണിപ്പോൾ ശ്രീകുമാർ പറഞ്ഞല്ലോ, സുവർണ അവസരമാക്കി മാറ്റിയതാരാ? അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇതൊരു സുവർണാവസരമാക്കി മാറ്റണം. ആ സുവർണാവസരമാക്കി മാറ്റുന്നതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്താകെ കലാപമുണ്ടാക്കി. അതിൻ്റെ വിഷ്വൽ ഞാൻ വേണേൽ കാണിക്കാം. അതുകൊണ്ടാണോ കേസ് പിൻവലിക്കാത്തത്? അല്ലല്ല, അതാണ് കലാപം ഉണ്ടാക്കി പിന്നെ കേസ് പിൻവലിക്കാൻ. കലാപം ഉണ്ടാക്കി കേസ് പിൻവലിക്കാൻ ഒക്കത്തില്ല. വിഷ്വൽ കാണിക്കാം. ചോദ്യം, കേസ് പിൻവലിച്ചില്ലേ എന്ന് പറയട്ടെ. ഒരു മിനിറ്റ്. അതല്ല, ഞാൻ പറയട്ടെ. നമ്മുടെ വിഷയം ശബരിമലയാണ്. അതിൽ നിന്ന് ചർച്ച ചെയ്യണം. കലാപ സമാനമായിട്ടുള്ള കേസുകൾ ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ വിഷ്വൽ കാണിക്കാം. അവരാരും യഥാർത്ഥ വിശ്വാസികളല്ല. കലാപം ഉണ്ടാക്കണമാക്കി മാറ്റിയതാരാ? പറഞ്ഞല്ലോ അവർ യഥാർത്ഥ വിശ്വാസികളല്ലെന്ന്. നമ്മളെ ഒരു 41 ദിവസം നോയമ്പ് നോക്കി ശബരിമല ചെന്നാൽ 5 സെക്കൻഡാണ് നമുക്ക് ആ വിഗ്രഹം ഒന്ന് കാണാൻ കിട്ടുന്നത്. പോലീസ് തലയ്ക്ക് തട്ടും, ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ബിന്ദു അമ്മിണിയെയും കനകദുർഗയും സർക്കാരിന്റെ നോട്ടത്തിൽ, അതായത് സർക്കാർ അയ്യപ്പ ഭക്തരെ തലക്കടിക്കുമ്പോ അല്ലല്ല, ഒരിക്കലുമില്ല ഇവിടെ. ഇല്ല, അങ്ങനെ ഒരിക്കലുമില്ല. എല്ലാവർക്കും സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CPM-ന്റെ പ്രതിനിധിയാണ്. ഏറ്റവും കൂടുതൽ അല്ലല്ല, മൈക്കല്ല. അല്ലല്ല, ചേട്ടാ ഇരിക്കും. അല്ലല്ല, ഒരിക്കലുമില്ല. തീർച്ചയായും മൈക്കുണ്ട്, പറയണം. പറയാതെ തന്നെയാണ്, പറയാനുള്ള അവസരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു മിനിറ്റ്, അത് വേണ്ട. അല്ല, പറഞ്ഞത് സംസാരിക്കട്ടെ. ചേട്ടാ നമുക്ക് മൈക്കിൽ സംസാരിക്കാം. ചേട്ടാ ഒരു മിനിറ്റ് ദയവായിട്ട് സംയമനം പാലിക്കാം പ്ലീസ്. ഇതൊരു ചർച്ചയാണ്, ദയവായി സംയമനം പാലിക്കാം. ചേട്ടാ എന്തിനാ പ്രകോപിതനാവുന്നത്? നമുക്ക് സംസാരിക്കാം. ഒന്ന് ഇരിക്ക്. CPM-ന്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്, പറയട്ടെ. ഇത് തുറന്ന സംവാദ വേദിയല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരു മിനിറ്റ് ശ്രീ അജയൻ, ഒരു മിനിറ്റ്. ശ്രീ ഒറ്റ ചോദ്യമുള്ളൂ. ഒരു മിനിറ്റ്. ചേട്ടാ ഒരു മിനിറ്റ്. ചോദ്യമാണ് കണ്ണിലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തരാണ് കനകദുർഗയും ബിന്ദു അമ്മിണിയും. നിലപാടുണ്ട്, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായ നിലപാടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട ചെങ്ങന്നൂരിലെ പ്രബുദ്ധരായ ജനങ്ങളെ, ടീം ജനത്തിന് വ്യക്തമായ നിലപാടുണ്ട് ഈ വിഷയത്തിൽ. അത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നെഞ്ചു വിരിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വ്യക്തതയുണ്ട് ഈ വിഷയത്തിൽ. ദയവീത് പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് ഇവിടെ. ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് ധൈര്യത്തോടുകൂടി ഞങ്ങൾ പറയും. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഈ സംവാദം. ദയവിതിരിക്കാം. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. സർക്കാർ 5 സെക്കൻഡ് പോലും അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുക്കാത്ത സമയത്ത് സർക്കാർ വാഹനത്തിൽ അവിടെ എത്തിച്ചതാണ് കനകദുർഗയും ബിന്ദു അമ്മിണിയും. ചേട്ടാ മൈക്കിൽ സംസാരിക്കേട്ടാ. മൈക്കിൽ യെസ് ചേട്ടാ മൈക്കിൽ അജയേട്ടൻ എവിടെ? ശ്രീ അജയൻ മൈക്കിൽ ഒരു മിനിറ്റ്. ഇത് കഴിഞ്ഞിട്ട് മൈക്കിലേക്ക് വരാം. ഒരു മിനിറ്റ്. യെസ് ചേട്ടാ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കൂ. ചേട്ടാ പ്ലീസ് ഒന്ന് സമാധാനം. യെസ് ചേട്ടാ, സർക്കാർ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നത് കനകദുർഗയും ബിന്ദു അമ്മിണിയുമാണെന്ന്. എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാതെ? ഞങ്ങൾ ഈ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ BJPയുടെ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ ബിന്ദു അമ്മിണി, കനകദുർഗ എന്നിവരെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാർ ഇപ്പോൾ ക്ഷണിക്കാത്തത്? ഞാൻ പറയട്ടെ എല്ലാ ചോദ്യം കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരവുണ്ട്.